ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ്. എന്താ പറയുക, അവിടെ മഴയാണ് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. മഴ ചോർന്നിട്ട് കയറാൻ വിചാരിക്കുന്നു. ബാക്കിലായിട്ട് നല്ലൊരു വേറെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, കാണിച്ചു തരാം. ക്യാമറയിൽ എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. താഴത്തുനിന്ന് ചെറിയ രീതിയിൽ കോടയൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ഒരു മൊട്ടക്കുന്നുണ്ട്. നല്ലൊരു വൈബാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുന്നിൻ്റെ അപ്പുറത്തായിട്ട് ചെറിയ ചെറിയ മലകളാണ്. ജസ്റ്റ് ലൈക്ക് ഒരു വേവ്സ്, നമ്മൾ കടലിലോട്ട് നോക്കുന്ന പോലെ ഒരു വേവ്സ് ഉള്ള പോലെ ഇങ്ങനെ ചെറിയ മലകൾ ഇങ്ങനെ വേവ് പോലെ ഇരിക്കുന്നു. എൻ്റെ അപ്പുറത്ത് വലിയ മലകളുണ്ട്. അപ്പോൾ എനിവേ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്കത് കാണാൻ പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തു. അവിടെ കാണുന്ന ചെറിയൊരു ഗ്രീൻ പെട്ടി ഉണ്ടല്ലോ, അവിടെ ചെന്നാൽ ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 2 പേരുണ്ട് 40 രൂപ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല. ഈ ലൊക്കേഷൻ ഇതിവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് പോകുന്ന വഴി ആണ്. നിങ്ങൾ ഗൂഗിളിൽ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്ന് അടിച്ചാൽ കാണാൻ പറ്റും. ഐ തിങ്ക് ഞാൻ ഇന്നലെ ഗൂഗിളിൽ റെഫർ ചെയ്തപ്പോൾ ഇതേ പേരിൽ വേറൊരു സ്ഥലം കൂടെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഉള്ള നമ്പർ ഓഫ് റിവ്യൂസ് എന്ന് പറഞ്ഞാൽ 5000 അബവ് ആണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. നമ്പർ ഓഫ് റിവ്യൂസ് 5000 അബവ് ഉണ്ടായിരിക്കണം. ഓക്കെ, മറ്റേതിൻ്റെ റിവ്യൂ എന്തോ കുറവാണ്. അപ്പോൾ അത് ഒന്ന് കൺഫേം ചെയ്തിട്ട് വരിക. നിങ്ങൾ വരുന്ന ലൊക്കേഷൻ കറക്റ്റ് ഇവിടെ തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യുക ഗൂഗിളിൽ നോക്കിയിട്ട്. ടോയ്ലറ്റാ കടച്ചിട്ടുണ്ടല്ലോ, ഇല്ലല്ലേ? ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, വൃത്തിയുണ്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യൂക്കലിപ്സിൻ്റെ മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെയും കണ്ടു. അപ്പോൾ എൻ്റെ ബാക്കിലുള്ള മരങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റിൽ, ഒരു എന്താ പറയുക, ഒരു 10-30 മീറ്റർ ഹൈറ്റിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരങ്ങളാണ് യൂക്കലിപ്റ്റസ്. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല. അതൊരു ഓയിലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂക്കലിപ്റ്റസ് ഓയിൽ, അങ്ങനെ എന്ത് സാധനമല്ലേ? അതെ, പല്ലിൻ്റെ വേദനയ്ക്ക് യൂസ് ചെയ്യുന്നത് ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇതിമൊന്നും എനിക്കറിയില്ല കേട്ടോ. നോക്കണം. പിന്നെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഗൈസ്, അവിടെ നമുക്ക് കോടയൊക്കെ കാണാം. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഈ ഊട്ടിയിലോട്ടൊക്കെ വരുന്നവരെന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണ്. ഇതിൻ്റെ ഫൈനൽ വ്യൂ പോയിന്റ് എന്താണെന്ന് നോക്കാം.
ഇവിടെ ചെറിയൊരു ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒരു റൗണ്ടിലുള്ളൊരു ചെറിയൊരു ബിൽഡിങ്. അതിൻ്റെ ചുറ്റോറ് നടന്ന് നമുക്ക് കാണാം. ഈ നീഡിൽ റോക്ക് ഏതാ? ഇത് അതാ നീഡിൽ റോക്ക്. ഒന്നല്ല, ഇതായിരിക്കുമോ? അല്ലെങ്കിൽ അതായിരിക്കും. പിന്നെ ഈ അത് നോക്കിയൊക്കെ കോട പോകുന്ന നോക്കിയൊക്കെ ഒരു പാറ്റേണിൽ ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ച പോലെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കണ്ടു. അത്യാവശ്യം നല്ലൊരു സ്ഥലം, നല്ല കാറ്റ്, നല്ല വ്യൂ. അപ്പോൾ ഊട്ടി വരെ പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് കയറിയിട്ട് പോയാൽ ബെറ്റർ ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഈ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഊട്ടിയിലോട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോ സംതിങ് എന്തോ ദൂരമുണ്ട്. അപ്പോൾ അത്രയും ഇങ്ങനെ ബസ്സിലിരുന്നോ അല്ലെങ്കിൽ വണ്ടിയിലിരുന്നോ ടയേർഡ് ആവുന്നതിൻ്റെ പകരം ഇവിടേക്ക് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ കാറ്റും ഇതൊക്കെ കൊണ്ട് വ്യൂ ഒക്കെ കണ്ട് ഒന്ന് റിലാക്സ്ഡ് ആയി എന്നിട്ട് ഊട്ടിയിലോട്ട് പോകുക. അങ്ങനെയൊക്കെ ആയിരിക്കും രസം. സോ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മസ്റ്റ് വിസിറ്റ് അങ്ങനെയൊന്നും പറയില്ല. ബിക്കോസ് ഈ ഒരു പ്ലേസ് മൊത്തം അടിപൊളിയാണ്. അപ്പോൾ ഇത് വേറെ അങ്ങോട്ട് മാറി നിൽക്കുന്ന പ്ലേസ് ഒന്നുമല്ല. ഈ ഒരു ചുറ്റുഭാഗം അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി ഇതിനോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ കുറച്ചുകൂടി ബെറ്ററാണ്. കുറച്ചുകൂടി നല്ല വൈഡായിട്ടുള്ള വ്യൂ കിട്ടും, നല്ല കാറ്റ് കിട്ടും. സോ എനിവേ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.